ഇടയ്ക്ക് അങ്ങയുടെ ഒരു വീഡിയോ കണ്ടു, തലതിരിഞ്ഞ ചോദ്യങ്ങളും തർക്കുത്തരങ്ങളും എന്ന് പറഞ്ഞിട്ട്. എന്താ അതുകൊണ്ട് ശരിക്കും തലതിരിഞ്ഞ ഈ വരുന്ന ജനറേഷൻ്റെ തലതിരിഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരമാണ്, പക്ഷേ തർക്കുത്തരം എന്ന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാവുന്ന ഒരു പുതിയ തലമുറ ഒരു പക്ഷേ നമ്മളെ ഈ ഒരു സംസ്കാരത്തെ വില കുറച്ച് കാണിക്കാനോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കാം, മറ്റാരെങ്കിലും തൊടുത്ത് വിടുന്ന ചോദ്യങ്ങൾ അവർ ഏറ്റെടുക്കുന്നതാണോ എന്നറിയില്ല. അപ്പോൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ട ഉത്തരം ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കും. നമ്മളെ ഫിലോസഫിയെ കളിയാക്കിക്കൊണ്ട് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആ സോപാനം കണ്ടിട്ട്, അച്ഛാ സിംഹം നമ്മളെ കടിക്കുമോ? സോപാനം സിംഹത്തിൻ്റെ വായെന്ന് വരിക. അച്ഛൻ പറയും, അത് കല്ലല്ലേ, നീ വിവരമല്ലേ, അത് കല്ലെങ്ങനെയാണ് നമ്മളെ ഉപദ്രവിക്കുക? അപ്പോൾ കുട്ടി ചോദിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ അകത്തുള്ളതോ? കാരണം ഈ കല്ലിൻ്റെ ബാക്കി കൊണ്ടാണ് അകത്തെ വിഗ്രഹം ഉണ്ടാക്കിയത്. അപ്പോൾ അകത്തെ വിഗ്രഹം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കല്ല് നമ്മളെ കടിക്കുന്നു, സിംഹം നമ്മളെ കടിക്കുന്നു വിശ്വസിക്കണം. ഒരേ സ്ഥലത്ത് രണ്ട് യുക്തി പാടില്ല. വളരെ യുക്തിപരമായ ചോദ്യമാണ്, യുക്തിയുള്ള ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനില്ല. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയാം. അതുകൊണ്ട് അവർ നമ്മളോട് ചോദിക്കരുത് എന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ നല്ല ലക്ഷണമാണ്. നമുക്ക് നമ്മളെ പൂർവികരോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. നമ്മൾ ചോദിച്ചാൽ അടി കിട്ടും, ഈശ്വരകോപം ഉണ്ടാവും, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒതുക്കിയതാണ്. വരുന്നൊരു തലമുറയിൽ അങ്ങനെ ഒതുക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ തമാശയ്ക്കായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും തൊടുത്ത് വിട്ട ചോദ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ സംസ്കാരത്തെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ തൊടുത്ത് വിടുന്ന കാര്യങ്ങളായിരിക്കാം. അത് ഒരു വരുന്ന തലമുറ ഏറ്റെടുക്കുന്നതായിരിക്കാം. അപ്പോൾ അവരോട് ആ രീതിയിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ശിവൻ്റെ ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ വാഹനങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളുടെ ചോദ്യം. കാരണം ഗണപതിൻ്റെ വാഹനം എലിയാണ്, ശിവൻ്റെ കഴുത്തിൽ പാമ്പുണ്ട്, പാമ്പിനെ കണ്ടാൽ എലിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനി സുബ്രഹ്മണ്യം വരുന്ന മയിലിൻ്റെ പുറത്താണ്, മയിലിനെ കണ്ടാൽ പാമ്പിൻ്റെ കാര്യം പോക്കാണ്. ഇനി ഈ സിംഹത്തിൻ്റെ പുറത്താണ് ദേവി, ഇവരെ മൂന്നാളെ കാര്യം. അപ്പോൾ ഇവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മളിടയ്ക്ക് ചിന്തിച്ചു പോലെ, അയ്യോടെ ഇതെന്താണ് ഇങ്ങനെ കുറേ യുക്തിയില്ലാത്ത സാധനങ്ങളാണല്ലോ ഞാൻ ഇത്രയും കാലം ഫോളോ ചെയ്യുന്നത് അല്ലേ? ഗണപതിക്ക് എലീൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ? ഹിന്ദു ദൈവങ്ങൾക്കൊക്കെ 5ഉം 10ഉം കൈകളല്ലേ, ഇവരൊക്കെ മാറിക്ക് തൂക്കം കൂടുതലാണ് ഈ കുഞ്ഞെലിയുടെ. അതെ, കുട്ടികൾ ചോദിക്കുക എങ്ങനെയാണ് ഈ കുഞ്ഞെലീൻ്റെ പുറത്ത് ഇത്രയും വലിയ ഗണപതി കയറി ഇരുന്നാൽ എലി ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ടായി പോകില്ല എന്നൊരു കുട്ടീനോട് ചോദിച്ചത്. അപ്പോൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ ഇത്രയും വിവരക്കേടാണോ ഞങ്ങൾ ഇത്രയും കാലം കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം വരില്ലോ. അവിടെ ഗണപതി എന്താണ്, എലി എന്താണ്, എന്തുകൊണ്ടൊരു വാഹനത്തെ നിശ്ചയിച്ചു എന്നുള്ള ഒരു ഫിലോസഫി, എന്തുകൊണ്ടാണ് ശിവൻ്റെ കഴുത്തിൽ പാമ്പുണ്ടായത്, ഇത് പലപ്പോഴും നമ്മളോട് കുട്ടികൾ ചോദിക്കും. നമ്മളെ കുട്ടികളുടെ ജിജ്ഞാസയാണ്. കുട്ടികൾ ശിവൻ്റെ കഴുത്തിൽ പാമ്പിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ശിവൻ്റെ കഴുത്തിൽ പാമ്പ് എന്ന് ചോദിക്കും. അപ്പോൾ സത്യത്തിൽ നമുക്ക് അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടത്. ഒരിക്കലും ഈ കൈലാസനാഥൻ എന്ന് പറയുന്ന സീരിയൽ കണ്ടപ്പോൾ ഈ ശിവൻ്റെ കഴുത്തിലെ പാമ്പ് കണ്ടിട്ട് ഒരു കുട്ടി അച്ഛനെ വിളിക്കും, അച്ഛാ ഈ ശിവൻ്റെ കഴുത്തിൽ എന്താ പാമ്പ് എന്ന് വയ്ക്കും. അപ്പോൾ ഇയാൾക്ക് പറഞ്ഞാൽ മതി, മോനെ അച്ഛൻ കാണുന്ന കാലം മുതൽ ശിവൻ്റെ കഴുത്തിൽ പാമ്പുണ്ട്, ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അറിയില്ല എന്ന് പറയാനുള്ളൊരു വിവരമില്ലാതായി പോലും നമ്മൾ, അങ്ങനെ നമുക്കൊരു മടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരങ്ങൾ പറഞ്ഞ് ഒപ്പിക്കുക ചെയ്യുക. അപ്പം അച്ഛൻ പറയാം അത് അനന്തനാണ്, വാസുകിയാണ്, ഗംഗാധരനാണ്, ബാലകൃഷ്ണപിള്ളയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒപ്പിക്കുക ചെയ്യുക. 4 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛാന്നൊരു വിളിയാണ്. അപ്പോൾ അച്ഛന് ഓടി വന്ന് നോക്കുമ്പോൾ കുട്ടി, അപ്പോൾ ഇത് ശിവൻ്റെ ആരായിട്ട് വരുന്ന നോക്കുമ്പോൾ വാവാപ്പ സുരേഷിൻ്റെ ഫോട്ടോ വലിയൊരു പാമ്പിനെ പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ കുട്ടി മനസ്സിലാക്കിയ പാമ്പിനെ പിടിയന്മാരൊക്കെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് എന്താണ് പാമ്പുമായിട്ട് കളിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പാമ്പാട്ടികളെ പോലെ ഒരാളെയാണ് ശിവൻ എന്നുള്ള മെസ്സേജ് അല്ലേ കുട്ടി കിട്ടുന്നത്. അപ്പോൾ അതല്ല, പാമ്പ് ഭാരതത്തിനെ സംബന്ധിച്ച് സർപ്പം അവയർനെസ്സാണ്, ബോധമാണ്. ഇപ്പോൾ ഇപ്പോൾ ഗണപതിൻ്റെ അരയിലാണ് പാമ്പുള്ളത്, ശരി. ഇപ്പോൾ കുണ്ടലിനി ആണത്. അപ്പോൾ ഗണപതി മൂലാധാരത്തിലെ ബോധമാണ്. ശിവൻ്റെ കഴുത്തിലും തലയിലും പാമ്പുണ്ട്. അത് ഉയർന്ന കുണ്ടലിനിയാണ്, ഉയർന്ന ബോധാവസ്ഥനെ കാണിക്കാനാണ്. കാരണം കുണ്ടലിനീനെ അല്ലെങ്കിൽ ബോധത്തെ കാണിക്കാൻ വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് സർപ്പത്തെ എവിടെ കണ്ടാലും അത് സർപ്പൻ്റൽ പവറാണ്, കുണ്ടലിനിയാണ്.